politics പറയുകയാണെങ്കിൽ fashion assignments, advertisements, ad making, film making. She had worked with legends like Sanjay Dutt, Sunny Leone across the globe. അപ്പോൾ ഇത് മലയാളത്തില് എന്താ പറയാ ഈ ഒരു വരവ് അദ്ദേഹത്തിന്റെ ഒരു ലോങ് ടേം വരവാണ്. കാര്യം സോജിന്റെ ഒന്ന് രണ്ട് സബ്ജക്റ്റുകളുടെ ത്രെഡൊക്കെ കേട്ടു. വലിയ വലിയ സംഭവങ്ങളായിട്ടാണ് ഷൈൻ ഭായ് സോജിത് ഭായ് ഇത്തവണ വന്നിരിക്കുന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. സോജിൻ പ്ലീസ് പറയാം ഒപ്പീസിന്റെ വിശേഷങ്ങളോ. നമസ്കാരം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് അടുത്ത സുഹൃത്തുക്കൾക്കെല്ലാം അറിയാം, ഈ സിനിമയെന്ന അശാന്തി തല കയറിയതിനു ശേഷം ബാങ്കിലെ ജോലിയും കളഞ്ഞിട്ട് ഇറങ്ങിയ സമയം മുതൽ കൂടെയുള്ളവരാണ് ഇതിൽ കാണുന്ന പകുതി കൂടുതലും ആളുകൾ ഇവിടെ ഇരിക്കുന്നവർ. പക്ഷേ മലയാളത്തിൽ എപ്പോഴെങ്കിലും തിരിച്ചു വരണം, സ്വന്തമായി കഥ എഴുതി ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഒരുപാട് കാലമായിട്ടുണ്ട്. ഇപ്പം ഏകദേശം 10 വർഷമായി എന്ന് കേന്ദ്രൻ സാർ തന്നെ പറഞ്ഞു. പക്ഷെ ഞാൻ എപ്പോഴും കാത്തിരുന്ന ഒരു കാര്യത്തിനാണ്. ഷൈൻ പറയുന്നുള്ളൂ ഇതിൻ്റെ 2ാമത്തെ കുത്താണ്, ഈ കുത്തിൽ കുത്തി മലത്തിയാക്കണമെന്ന്. അപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് കാത്തിരുന്ന് കിട്ടിയ ഒരു അവസരമാണിത്. ഞാൻ ആദ്യമായിട്ട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രൊഡ്യൂസറിനാണ്. സർ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. You kept me always beside you like a younger brother, friend. എൻ്റെ ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ സാറിനോട് പറഞ്ഞു, കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ ആഗ്രഹം ഡെയിലി കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വി ഹാവ് ബീൻ വർക്കിംഗ് ഫ്രം പാസ്റ്റ് 18 years ഓൾമോസ്റ്റ്. അപ്പോൾ കുറേ വർഷങ്ങളായി ഞങ്ങൾ ഒന്നിച്ച് സിനിമകളും കാര്യങ്ങളും പരസ്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും സാറിനോട് പറയും, ഓൾമോസ്റ്റ് എവറി വീക്ക് ഐ സേ സർ ഐ വാണ്ട് ടു ഡു സംതിങ്. ലാസ്റ്റ് മടുത്തിട്ടാണെങ്കിലും സാർ ഒരു അവസരം തന്നു. അപ്പോൾ 2.5 വർഷം എടുത്തു ഇതിൻ്റെ കഥ പൂർത്തിയാക്കുവാനായിട്ട്. ഒപ്പീസ് എന്ന് പറയുമ്പോഴത്തേന് എന്താണ് ഒപ്പീസിനെ കുറിച്ച് പറയേണ്ടത്? ഇത് എഴുതാൻ എടുത്ത സമയത്തിലല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു വന്ന കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങളാണ്, എൻ്റെ അനുഭവം മാത്രമാണ് ഒപ്പീസ് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ പറയുന്നത് പോലെ ചിലരുടെ നിശ്വാസങ്ങളും ചിലരുടെ സഹതാപങ്ങളും ചിലരുടെ സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞ വഴിയിലൂടെ നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ എല്ലാം നടുവിൽ ചമഞ്ഞ് കിടക്കുന്ന ഒരു വലിയൊരു അവസ്ഥയുണ്ടല്ലോ, അതാണ് ഒപ്പീസ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ ഒപ്പീസിനെ വളരെ ഹൃദയത്തോട് ചേർത്ത് ചെയ്തതാണ്. അത് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ സന്തോഷേട്ടന് കഥ അയച്ചു കൊടുക്കുന്നത്. ഞാൻ ആദ്യം സന്തോഷേട്ടന് പല കഥകളും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ബോംബെയിൽ വെച്ചിട്ട്, ചേട്ടാ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴൊക്കെ എന്നോട് പറയും, കഥയൊക്കെ കൊള്ളാം, പക്ഷേ ഒരു ശകലം അവിടെ ഒരു ശകലം പ്രശ്നമുണ്ട്, ഇവിടെ ഒരു ശകലം പ്രശ്നമുണ്ട്, അത് ചെറുതായിട്ട് കണക്ട് ആയിട്ടില്ല എന്ന് വളരെ സന്തോഷമുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക, എന്നെ പേടിപ്പിക്കാൻ റിജക്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് സന്തോഷേട്ടനോടുള്ള ഏറ്റവും വലിയ നന്ദി. ഒരുപാട് ഞാൻ ആഗ്രഹിച്ചു ഇനിയൊരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുള്ള സന്തോഷത്തിൻ്റെ കൂടെ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അവസരം തന്നതിന് സന്തോഷിച്ചിട്ട് ഒരുപാട് നന്ദി. അടുത്തത് ദിസ് മേ ബി എ ഫാൻ ബോയ് മൊമെന്റ്. ഞാൻ ഏറ്റവും ആസ്വദിക്കുന്നത് സംഗീതമാണ്. കാരണം എല്ലാ സംവിധായകന്മാരും, വിശ്വാസം എല്ലാ സംവിധായകന്മാരും പറഞ്ഞാൽ ഭയങ്കര മൂഡ്സിക്കിൻ്റെ ആളുകളാണ്. കഥ കിട്ടിയില്ലെങ്കിൽ വിഷമം, കഥ കിട്ടിയാൽ വിഷമം, ക്ലൈമാക്സ് ആയാൽ വിഷമം, ഇമോഷൻ ആയ വിഷമം. അപ്പോഴൊക്കെ ഈ പറയുന്നതിനൊക്കെ എന്നെ കൂൾ ഡൗൺ ചെയ്യുന്നൊരു സംഗീതം. എൻ്റെ ഫാമിലി ഉണ്ട്, ഇവരോട് ചോദിച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സംഗീതം ആരുടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയേന്ദ്രൻ സാറിൻ്റെയാണെന്ന്. ഞാൻ സാറിൻ്റെ അടുക്കൽ ഈ സബ്ജക്റ്റുമായിട്ട് ചെന്നപ്പോൾ സാറിനോട് പറഞ്ഞു സ്ക്രിപ്റ്റ് അയക്കൂ, ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. സോ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം സാർ 2ാമത് തന്നെ ട്രിവാൻഡ്രത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിത് ചെയ്യുകയാണ് സോജ എന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള മുഹൂർത്തങ്ങൾ ഒന്നാണത്. അതുപോലെ തന്നെ കോമ്പോസിഷൻ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കേട്ടു. നന്ദി പറയാൻ വാക്കുകളില്ല. എന്നെപ്പോലെ ഒരാളെ മുറുക്കി കൈപിടിച്ച് കൂടെ നിർത്തുന്നതിന് താങ്ക് യു സോ മച്ച് സർ. ആൻഡ് Rishit, you're a wonderful guy. So the first time I just read the story, you really inspired me a lot. And I said, you are the person who do this character. I know how busy you are. Still you gave me the dates. And thank you so much for that. Darsana, we have now worked together. We are going to work together. So welcome to Opis. And Shine. എഴുതി വെച്ച് പറയാൻ പറ്റിയിട്ടില്ല. എഴുതി വെച്ചത് ഞാൻ ശരിക്കും ഒരു പ്രസംഗം എഴുതിയൊക്കെ പഠിച്ചുകൊണ്ടൊക്കെ വന്നതാണ്. അപ്പോൾ അത് പറയാനായിട്ട് സത്യം പറഞ്ഞാൽ സമ്മതിച്ചില്ല. അയടക്കിരുന്നത് അതുകൊണ്ടത് പറ്റിയില്ല. ഒരുപാട് നന്ദി എനിക്ക് ഈ ഒരു അവസരം തന്നതിന്. ഈ 2ാമത്തെ അവസരം തുടങ്ങിയത് ഷൈനിൽ നിന്നാണ്. തീർച്ചയായിട്ടും അതെ,
നിനക്കൊരു പടം ചെയ്യേണ്ടടാ എന്ന് എന്നോടൊരു ചോദ്യം ചോദിച്ചു. അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അവിടെ നിന്നാണ് ഒപ്പീസ് ആരംഭിച്ചത്. ഇന്നും എന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഷൈൻ. പിന്നെ ഒരാളെ കുറിച്ച് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാനൊരു സിനിമ ചെയ്യും, ആ സിനിമയിൽ എൻ്റെ സഹോദര സിനിമയിൽ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നത്. എല്ലാ മാസവും വിളിച്ചിട്ട് നമുക്ക് സിനിമ ചെയ്യണ്ടേ മലയാളത്തിൽ എന്ന് വിളിച്ചു കഴിയുന്ന ശ്രീ ബൈജു എഴുതുന്ന എൻ്റെ പ്രിയ സഹോദരൻ. പ്ലീസ് ഗീവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ബൈജു ചേട്ടൻ. പ്രകാശ് ചേട്ടൻ, പ്രകാശ് നാരായൺ ചേട്ടൻ, എന്നെ ഈ സിനിമയിലേക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കും മജീഷ് ചേട്ടൻ, മജീഷ് ഇബ്രാഹിം. എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. അവസാനമായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സഹിക്കുന്ന, അവസാനമല്ല, നിഷാദേട്ടനും ലിസ്റ്റിൻ സർ, ഐ എം സോ ഹാപ്പി ദാറ്റ് യു ആർ ഹിയർ. സോ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ട്രാഫിക്കിന്റെ ടൈമിലാണ് ആദ്യമായിട്ട് കണ്ടത്, ബോംബെയിൽ വെച്ച്. പിന്നെ ഞങ്ങൾ കണ്ടത്, അതെ, പിന്നെ ഞങ്ങൾ കാണുന്നത് ഒരു സ്ഥലത്ത് ഞങ്ങൾ രണ്ടുപേരോട് ഓംലേറ്റ് കഴിക്കണം ഒന്നും ചെയ്യണം. ഞാൻ പറഞ്ഞു സാർ ഒരു പടം ചെയ്യുന്നുണ്ട്, ദയവായിട്ടൊന്ന് വന്നൊന്ന് തിരികെ എത്തിച്ചു തരണം. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ഇവിടെ ആർക്കും അറിയില്ല, അറ്റ്ലീസ്റ്റ് സാറൊക്കെ വരുമ്പോഴത്തേനും ആളുകൾ തിരിച്ചറിയും ഇങ്ങനൊരു സംവിധായകൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വരുന്നുണ്ട് എന്ന് തിരിച്ചറിയും. നിഷാദ് സാർ, എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ പാതിരാത്രി 2 മണിക്കും 3 മണിക്കും ഒരു സീൻ എഴുതി കഴിഞ്ഞാൽ ഇത് വായിച്ചു കേൾപ്പിക്കാന്നുള്ള ഒരു വൃത്തിയുടെ സ്വഭാവം ഉണ്ട് എനിക്ക്. ഇത് എല്ലാവർക്കും കാണും. അപ്പോൾ പെട്ടെന്ന് കയ്യിൽ കിട്ടുന്ന ഒരാളെന്ന് പറയുന്നത് ഭാര്യ മാത്രമാണ്. അപ്പോ ഈ രാത്രി 2 മണിക്കും 3 മണിക്കും ഉറക്കത്തെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് ഒരു സീൻ റെഡി ആയിട്ടുണ്ട് ഒന്ന് കേട്ടെ എന്ന് പറഞ്ഞ് ഒരുപാട് സഹിച്ചു. എനിവേ, ക്രിസ്ത്യൻ ഗെറ്റ്സ്, താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ. ആൻഡ് one of our director is still here in the company, Anirudh. Where is Anirudh? And Anirudh, thank you for coming and thank you so much Anirudh. And എല്ലാവരോടും ആരെങ്കിലും പേര് വിട്ടുപോകുന്ന ക്ഷമിക്കണം. ഇതൊരു വലിയ പ്രതീക്ഷയുടെ, ഒരുപാട് സ്വപ്നങ്ങളുടെ ഒരു യാത്രയാണ്. അജോക്കുട്ട, നമ്മൾ പറയുന്നില്ല, നമ്മൾ സിനിമയിൽ കാണിക്കാൻ പോവാണ്. നമ്മളുടെ സംഭവങ്ങൾ ഷൈൻ അറിയണ്ട. So thank you so much everybody. Thank you so much. And not last but least, thank you so much bro. Thank you, Gambhir Gayadi, for Surgeon Joseph, the director of the movie Opisa.